വിശ്വാസത്തിലുമാണ് ഈ കൗണ്ടിങ്ങിൻ്റെ ആരംഭിക്കാൻ അവസാനത്തെ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. വടകരയിലെ ജനങ്ങൾ ഞങ്ങളെ കൈവിട്ടിട്ടില്ല എന്ന് പൂർണ്ണമായിട്ടുള്ള ഉറപ്പാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റിയിൽ വടകര ഞങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ്. ജനങ്ങളുടെ റെസ്പോൺസിൽ നിന്ന്, അവരുടെ സ്നേഹത്തിൽ നിന്ന്, അവരുടെ പിന്തുണയിൽ നിന്നും, അവരുടെ പങ്കാളിത്തത്തിൽ നിന്നും മനസ്സിലാവുന്നു. കേരളത്തിൽ 20 സീറ്റും UDF ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചെറിയ തോൽവിയാണ് പ്രവചിച്ചിരിക്കുന്നത്. എക്സാക്ട് അടുത്ത് വരുമല്ലോ, അതാണല്ലോ യഥാർത്ഥ തീരുമാനവും ജനവിധിയും. അതിലെ കാര്യങ്ങൾ അറിയാം. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്ന സമയം തൊട്ടുള്ള എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് പറഞ്ഞതും ഞാൻ അത് കണ്ടിവിടെ വന്നതല്ല, വടകരയിലെ ജനങ്ങളെ കണ്ടു വന്നതാണ്. അവരിലാണ് വിശ്വാസം, അവരുടെ പൊളിറ്റിക്കൽ സെൻസിലാണ് വിശ്വാസം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കുന്നു. എക്സാക്ട് പോളിന്റെ റിസൾട്ട് അല്പസമയം കൊണ്ട് വരുമെന്നുകൊണ്ട് ഇനി എക്സിറ്റ് പോളിനെ സംബന്ധിച്ച് നടക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. പാലക്കാട്ടെ പ്രിയപ്പെട്ട ജനങ്ങളുടെ സ്നേഹത്തിന്റെയും അവരുണ്ടാക്കി തന്ന ഉയരത്തിൽ നിന്ന് അവരുടെ തോളിലിരുന്നിട്ടാണ് വടകരയുടെ കാഴ്ചകൾ ഞാൻ കണ്ടു തുടങ്ങുന്നത്. അപ്പം അവിടെ തീർച്ചയായിട്ടും ആ ജനങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും അടുത്ത് കുറിച്ച് മാറ്റാൻ പറ്റില്ല. അവിടെ വടകരയിലെ ജനങ്ങൾ എടുക്കുന്ന തീരുമാനത്തിനോട് ചേർന്ന് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമായിരിക്കും. അതിൽ പിന്നെ ഐക്യജനാധിപത്യ മുന്നണി ജയിക്കുകയും ചെയ്യും. എന്താണ് ഷാഫി പറമ്പിൽ പറയുന്നത്? കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റി ഇതിന്റെ മുമ്പിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ. ഇനിയിപ്പോ കുറച്ച് സമയം കഴിഞ്ഞ് അത് വടകരയിലെ ജനങ്ങൾ നൽകുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റി. ഇനിയിപ്പോ ഞാനത് പറയണ്ടല്ലോ, ഇവിടെ സംഭവങ്ങൾ പറഞ്ഞാൽ പെട്ടിയിലായല്ലോ. ഇനി പറഞ്ഞ് തുറക്കുമ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ പുറത്തു വരുമല്ലോ. അല്ല, എനിക്ക് നാടിന്റെ സമാധാനത്തിന് വേണ്ടി ആരെടുക്കുന്ന എല്ലാ ശ്രമങ്ങളോടും നൽകുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റി. ഇനിയിപ്പോ ഞാനത് പറയണ്ടല്ലോ, ഇവിടെ സംഭവങ്ങൾ പറഞ്ഞാൽ പെട്ടിയിലായല്ലോ. ഇനി പറഞ്ഞ് തുറക്കുമ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ പുറത്തു വരുമല്ലോ. അല്ല, എനിക്ക് നാടിന്റെ സമാധാനത്തിന് വേണ്ടി ആരെടുക്കുന്ന എല്ലാ ശ്രമങ്ങളോടും ഞങ്ങൾ യോജിക്കുക. പോലീസ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുള്ള അഭിപ്രായം കൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. ഇപ്പോഴും വളരെ നിർഭാഗ്യകരമായ ചില സൃഷ്ടികളുടെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നുള്ളത് കൃത്യമായിട്ട് പോലീസ് പറയുന്നില്ല. ഞങ്ങൾ നിരന്തരം അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അത് ഞങ്ങൾക്ക് വേറെ ആരെയും എതിരെ അത് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വേറെ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ല. പക്ഷെ അത് നിയമപരമായ നടപടികളിലൂടെ മുന്നോട്ട് പോകണം. കാരണം നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പാടില്ല ആരാണ്. അപ്പം അത് ആര് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി വേണം. അത്തരം കാര്യങ്ങളിൽ പോലീസ് ഈ താല്പര്യം കാണിക്കുന്നില്ല. പോലീസ് ആ കാര്യത്തിൽ പോലീസ് യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ ഒരു സമീപനം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. കാരണം വളരെ വ്യാജമായൊരു സൃഷ്ടിയുടെ പേരിൽ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഈ നാട്ടിലുണ്ടാകും. ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പം അതൊക്കെ അവസാനിക്കുന്ന ഒരു ദിവസമായിട്ട് ഇന്ന് മാറട്ടെ. നടപടികൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവണം. അത് ഞങ്ങൾ ഫോളോ ചെയ്യും. പിന്നെ സമാധാനം വടകരയിൽ